വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. ഭർത്താവ് ഭാര്യയുടെ അടുത്തേക്ക് എങ്ങനെയാണ് കടന്നു വരേണ്ടത്? ഭർത്താവ് ബെഡ്റൂമിലേക്ക്, കിടപ്പുമുറിയിലേക്ക്, മണിയറയിലേക്ക് എങ്ങനെയാണ് കടന്നു വരേണ്ടത്? പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഭാര്യമാർ വളരെയധികം അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നല്ല വൃത്തിയിലുമൊക്കെ ഭർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരണമെന്ന്. എന്നാൽ ഭർത്താക്കന്മാർ എങ്ങനെയാണ് കടന്നു വരേണ്ടത് എന്നതിനെക്കുറിച്ച് പലപ്പോഴും ചർച്ചകൾ ഉണ്ടാവാറില്ല. ഒരു ഭർത്താവ് ഭാര്യയുടെ അടുത്തേക്ക് വരുമ്പോഴും എത്രത്തോളം ഭംഗിയായി വസ്ത്രം ധരിച്ച് അതുപോലെ തന്നെ നല്ല അട്രാക്ഷൻ ഉള്ള രീതിയിലുള്ള നല്ല പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആകർഷണമുള്ള രീതിയിൽ തന്നെയാണ് ഒരു ഭർത്താവും കടന്നു വരേണ്ടത്. ഇവിടെ ഭർത്താക്കന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ ബീഡി വലിക്കുന്ന അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന, മദ്യം കഴിക്കുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള പലതും കഴിക്കുന്ന ശീലമുള്ള ആളുകളുണ്ട്. ഇതിൻ്റെ സ്മെല്ലുമായിട്ട് ഭാര്യയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ഈ സ്മെല്ല് ഇഷ്ടപ്പെടാത്ത ഭാര്യമാരാണെങ്കിൽ അവർക്ക് ശാരീരികമായ ബന്ധപ്പെടലുകളോട് പോലും താല്പര്യമില്ലാത്തവരുണ്ട് എന്ന് പല അന്വേഷണങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വരുന്ന പല കൗൺസിലിങ്ങുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സിഗരറ്റ് വലിക്കുന്ന ശീലമുള്ള ആളുകൾ ഭാര്യയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ആ സിഗരറ്റിൻ്റെ നാറ്റമുള്ളത് കൊണ്ട് ഭർത്താവിന് കിസ് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരുപാട് സഹോദരിമാർ കൗൺസിലിങ്ങിന് വരാറുണ്ട്. ഈ നാറ്റം ഉണ്ടാകുന്ന സമയത്ത് ഭർത്താവ് എന്ന് ആലോചിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ സെക്ഷുവൽ ഇൻ്റർകോഴ്സ് എന്ന് ആലോചിക്കുമ്പോഴേക്കും ഭർത്താവിൻ്റെ സിഗരറ്റിൻ്റെ നാറ്റം അല്ലെങ്കിൽ മദ്യത്തിൻ്റെ നാറ്റം എന്ന ഫീലിംഗ് വരുന്ന ഒരു ഭാര്യയ്ക്ക് സുഖകരമായി ദാമ്പത്യ ജീവിതത്തിൽ സെക്ഷുവൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കുക, ഭാര്യയെ അലോസരപ്പെടുത്തുന്ന ശീലങ്ങളും ഭാര്യയെ അലോസരപ്പെടുത്തുന്ന നിറങ്ങളും അല്ലെങ്കിൽ ഗന്ധങ്ങളുമായി ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ അവർ തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് പരസ്പരമുള്ള ഭാര്യയുടെ മനസ്സിൽ നിന്ന് അവർ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയുമായുള്ള സ്നേഹമസൃണമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുകയില്ല. ഭാര്യയുടെ ഒരു തവണ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ഞാനുമായി ശാരീരികമായി ബന്ധപ്പെടുന്നതിന് താല്പര്യമില്ല. ആ വിഷയം അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് മനസ്സിലായത്, ഈ ഭാര്യ പറയുന്നത്, ഞാൻ 2-3 തവണ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തെറ്റി എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ഭാര്യ പറയുന്നത്, ഭർത്താവിൻ്റെ ബീഡി വലിയുടെ നാറ്റം സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഭർത്താവിന് ബീഡി വലിയുടെ നാറ്റം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയ ഒരു ഭാര്യ. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, ഭാര്യയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഏതൊരു ഭർത്താവും നല്ല ഡ്രസ്സ് ചെയ്ത് ആകർഷണമുള്ള രീതിയിൽ നല്ല പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ബീഡി വലിയുടെ, സിഗരറ്റ് വലിയുടെ, മദ്യത്തിൻ്റെ അത്തരത്തിൻ്റെ ഉപയോഗങ്ങളില്ലാതെ നല്ല രീതിയിൽ ഭാര്യയുടെ അടുത്തേക്ക് വരികയും, ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കലും പ്രിൻസിപ്പൽമാർ വീട്ടിൽ കയറാൻ പാടില്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ കയറാൻ പാടില്ല, ക്യാമറാമാൻമാർ വീട്ടിൽ കയറാൻ പാടില്ല, അതല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും എഞ്ചിനീയർമാരോ ഡോക്ടർമാരോ ഒന്നും വീട്ടിൽ കയറാൻ പാടില്ല, സിഎക്കാരൊന്നും വീട്ടിൽ കയറാൻ പാടില്ല. വീട്ടിൽ കയറേണ്ടത് ഭർത്താവ് മാത്രമാണ്. മക്കളുണ്ടെങ്കിൽ വീട്ടിൽ കയറേണ്ടത് പിതാവ് മാത്രമാണ്. അല്ലെങ്കിൽ മാതാപിതാക്കളും കൂടെ ഉള്ള വീടാണെങ്കിൽ മക്കൾക്കും വീട്ടിൽ കയറാം. ബാക്കി പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പ്രിൻസിപ്പളുടെ ഷർട്ട് പുറത്ത് അഴിച്ചിട്ട് വേണം വീട്ടിൽ കയറാൻ. ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ പോലീസ് ഓഫീസറുടെ ഷർട്ട് പുറത്ത് അഴിച്ചിട്ട് വേണം വീട്ടിൽ കയറാൻ. ആ മാനസികാവസ്ഥയിൽ വീട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആധിപത്യ സ്വഭാവം കുടുംബത്തിൽ ഉണ്ടാവുകയും അത് ഈ കുടുംബത്തിന് നല്ല ഒരു സുന്ദരമായ ഒരു മുന്നോട്ട് പോകുന്നതിനൊക്കെ തടസ്സമായി മാറുകയും ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാം ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട പുരുഷന്മാരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട സ്ത്രീകളാണെങ്കിലും, ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ആ ഒരു മാനസികാവസ്ഥയിൽ ഒരു കാരണവശാലും വീട്ടിൽ കയറി പോകരുത്. വീട്ടിൽ കയറേണ്ടത് ഭാര്യയാണ്, വീട്ടിൽ കയറേണ്ടത് ഭർത്താവാണ്, പിതാവാണ്, മകനാണ്, സഹോദരനാണ്. ഈ ഒരവസ്ഥയിൽ മാത്രമേ നമ്മൾ വീട്ടിൽ കയറാവൂ. അപ്പോൾ ശാരീരികമായും അതുപോലെ തന്നെ വ്യക്തിപരമായും എല്ലാ അർത്ഥത്തിലും ആകർഷണമുള്ള രീതിയിൽ, അതുപോലെ തന്നെ ഒരു സ്നേഹമസൃണമായ ഒരു കുടുംബസ്ഥൻ അല്ലെങ്കിൽ കുടുംബസ്ഥ എന്ന രീതിയിൽ മാത്രം വീട്ടിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ആ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ പിതാവിനെ കാത്തിരിക്കുന്ന മക്കളും ആ ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യമാരും അങ്ങനെയുള്ള ഒരു കുടുംബമായിട്ട് ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആ കുടുംബം പോകുന്നുണ്ടായിരിക്കും. അതിന് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെയുള്ള നല്ല ഒരു പരസ്പര അട്രാക്ഷനുള്ള, പരസ്പര സ്നേഹമുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്സ് ഹാപ്പി ലൈഫ് TV.